നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് ആര് തീരുമാനിക്കുന്നു സാർ അവിടുത്തെ സാലറി? ഞാനിപ്പോ വ്യക്തികളെ പരാമർശിച്ച് അവിടുത്തെ സാലറി റേറ്റ് ഒന്നും പറയുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഭരണകക്ഷിയിലിരിക്കുന്ന MLA-മാർ കൂടി ഒന്ന് പരിശോധിക്കണം. നമ്മുടെയൊക്കെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എത്ര ലക്ഷം രൂപ ആണ് അവിടെ ഓരോരുത്തർ ശമ്പളം മേടിക്കുന്നത്. റിട്ടയർ ചെയ്ത് വന്ന് ഓരോ സ്ഥാനത്തിരിക്കുന്ന ഇവിടുത്തെ PWDയിലെ എക്സ്പീരിയൻസ്ഡായ ചീഫ് എഞ്ചിനീയർമാര് എല്ലാം പരിശോധിക്കുന്ന ഓഡിറ്റ് BSNL നിന്ന് റിട്ടയർ ചെയ്ത ആൾ അവിടെ പരിശോധിക്കണം, അവിടുത്തെ പരിശോധിക്കണം. എന്നിട്ട് എത്ര ലക്ഷം രൂപയാണ് ഈ കിഫ്ബിയിൽ ഇരുന്ന് ഓരോരുത്തരും ശമ്പളം പറ്റുന്നത് എന്ന് നോക്കണം. സംസ്ഥാനത്ത് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ മെച്ചപ്പെട്ട മെക്കാനിസവും നല്ല ഇംപ്ലിമെന്റിംഗ് ഏജൻസികളും മികച്ച എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആളുകൾ ഒരു വശത്തുള്ളപ്പോൾ അവരെ മുഴുവൻ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഒരു ബദൽ മെക്കാനിസം ഉണ്ടാക്കി ഭരണഘടനാ വിരുദ്ധമായി അത് ചെയ്ത് അത് കുട്ടിച്ചോറാക്കിയ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. സാർ, ഇത് വളരെ ഗൗരവത്തോടു കൂടി ഇത് കൈകാര്യം ചെയ്യണം. നിയമപരമായ കാര്യങ്ങളിലേക്ക് ഇത് തിരിച്ചു കൊണ്ടുവരണം. കിഫ്ബി ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു ബാധ്യതയായിരിക്കുന്നു, സംസ്ഥാനത്തിന്റെ ബജറ്റിന് ബാധ്യതയായിരിക്കുന്നു. ഇതിന് ആവശ്യം ഇല്ലാത്ത പണം പ്ലാനിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് വലിയ തുക 50% തുക പ്ലാനിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് വരുന്നത്. ഒന്നും കട്ട് ചെയ്തില്ല എന്ന് പറയുന്ന സർക്കാർ ഉത്തരവുകൾ കയ്യിലുണ്ട്. ഞാൻ വായിച്ച ധനകാര്യമന്ത്രി പറഞ്ഞു, ഞാൻ അതിനൊന്നും സമയം ഉപയോഗിക്കുന്നില്ല. അനാവശ്യമായൊരു കാര്യങ്ങൾക്ക് ഈ വിഷയമല്ലാത്ത മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. വിഴിഞ്ഞം കാര്യം പറഞ്ഞു, ഡൽഹി തെരഞ്ഞെടുപ്പ് കാര്യം അതൊന്നും പറയില്ല. പക്ഷെ കിഫ്ബിയെ സംബന്ധിച്ച് ഗൗരവത്തോട് കൂടിയിട്ടുള്ള ഒരു മൈൻഡ് ഗവൺമെന്റ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് സംസ്ഥാനത്തിന്റെ ഇപ്പോൾ തന്നെ പരിതാപകരമായ ധനസ്ഥിതി, കൂടുതൽ കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് സംസ്ഥാനം വീണു പോകുന്ന സ്ഥിതി വരും എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഇവിടെ ഗൗരവതരമായി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്തു. സർ, ഈ സഭ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അടിയന്തര പ്രമേയത്തിലൂടെ ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിക്കുന്ന ആശങ്കകളും മറ്റും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അത് പോസിറ്റീവായി എടുത്ത് പരിശോധിക്കണമെന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഇത് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് ഇൻകം ജനറേഷൻ ആവണം എന്നുള്ള കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കിഫ്ബി നടത്തുന്ന പ്രവർത്തനങ്ങളെ മുഴുവൻ എതിർക്കുകയല്ല, കിഫ്ബി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകളും പ്രയാസങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവരെ പറഞ്ഞ പോലെ പ്ലാൻ ഉപേക്ഷിച്ച് പ്രോജക്ടിന്റെ കൂടെ പോയതിന്റെ നിയമസഭയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് വാക്കൌട്ട് നടത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വലിയ വിമർശനമാണ് ഉയർത്തിയത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഈ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്ന് വ്യക്തമാക്കുന്നു. ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയില്ല അമിതഭാരം എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് വി ഡി സതീശൻ സഭ വിട്ട് ഇറങ്ങിയത്. കോൺഗ്രസ് സഭ വിട്ട് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. സഭയിൽ വൈദ്യുതി കരാറ് റദ്ദാക്കിയതിനെ ചൊല്ലിയും സഭയിൽ ഇന്ന് വാക്പോരുണ്ടായിരുന്നു. റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കരാർ റദ്ദാക്കിയതെന്നും കരാർ തുടരട്ടെ എന്നായിരുന്നു LDF നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുറഞ്ഞ നിരക്കിന് കിട്ടിയിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കിയത് എന്തിനാണെന്ന രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിനായിരുന്നു മറുപടി. എന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ CPM നേതാക്കൾ തന്നെയാണെന്ന് വി ഡി സതീശൻ വിമർശിച്ചു. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് ഇവിടെ എല്ലാം ഭദ്രമാണ്, മന്ത്രി അഭിനന്ദിച്ചു എന്ന് പറയുന്നവർ ₹4.29 പെർ യൂണിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന UDF ഗവൺമെന്റ് കാലത്തെ ദീർഘകാല കരാർ റദ്ദാക്കി 10 രൂപയ്ക്കും 14 രൂപയ്ക്കും പെർ യൂണിറ്റിന് വൈദ്യുതി വാങ്ങി കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഇരുട്ടടിയാണ് നൽകിയത്. സാർ, ഇവിടെ ആ ദീർഘകാല കരാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റദ്ദ് ചെയ്തത്? ഈ അദാനി, ജിൻഡൽ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ കുത്തക വൈദ്യുതി ഉൽപാദന കമ്പനികൾക്ക് കേരളത്തെ കൊള്ളയടിക്കാനുള്ള അവസരം ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദീർഘകാല കരാർ റദ്ദാക്കി നൽകിയതെന്ന് അങ്ങയിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ₹4.29 25 വർഷത്തേക്കുള്ള വൈദ്യുതി കരാർ ഉണ്ടാക്കിയത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 7 വർഷം തുടർച്ചയായിട്ട് അതേ റേറ്റിൽ വൈദ്യുതി വാങ്ങിച്ചു. ഇപ്പോൾ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതോറിറ്റിയിൽ ആരൊക്കെയാണ്? നേരത്തെ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന ശ്രീ MM മണി, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി,
CPM-ന്റെ അവിടുത്തെ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ആൾ, ഇവരൊക്കെയാണ് റെഗുലേറ്ററി അതോറിറ്റിയിൽ. ഇവരിത് റദ്ദാക്കിയിട്ട് സാർ 4 രൂപ 29 പൈസയ്ക്ക് 25 കൊല്ലത്തേക്ക് മേടിക്കാനുള്ള വൈദ്യുതി മാറ്റിയിട്ട് ഇപ്പോൾ വാങ്ങിച്ചത് 8 രൂപ മുതൽ 14 രൂപ 30 പൈസ വരെ ഒരു യൂണിറ്റ് വൈദ്യുതിക്കാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 15-20 കോടി രൂപ വൈദ്യുതി ബോർഡ് നഷ്ടത്തിൽ പോകുന്നു. കാസർഗോഡ് തൊട്ട് പാറശാല വരെ തട്ടിപ്പ്. പാതിവില തട്ടിപ്പിലൂടെ സമാഹരിച്ച പണത്തിൽ നല്ലൊരു പങ്കും ആഡംബര ജീവിതത്തിന് വേണ്ടി അനന്തുകൃഷ്ണൻ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളും പുറത്തുവരുന്നു. അനന്തുവിന്റെ കമ്പനിയായ സോഷ്യൽ ബി വെഞ്ചേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷമാണ് പണം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചത്. 21 അക്കൗണ്ടുകൾ അനന്തു കൈകാര്യം ചെയ്തിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം തട്ടിപ്പിൽ നൽകിയ പരാതിയിൽ വിശദീകരണവുമായി പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം കിസാൻ സർവീസ് സൊസൈറ്റിയും രംഗത്തെത്തി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെയും അനന്തകൃഷ്ണന്റെയും വിശ്വാസ്യതയിലാണ് പണം നൽകിയതെന്നും തട്ടിപ്പിൽ കുടുങ്ങിയതെന്നും സൊസൈറ്റി വ്യക്തമാക്കുന്നു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ഇതിൽ നിന്ന് രാജിവെച്ചത് അറിഞ്ഞിട്ടില്ലെന്നും രാമചന്ദ്രൻ നായർ രക്ഷാധികാരിയാണെന്ന് പരാതി നൽകിയത് അറിവില്ലായ്മ മൂലമാണെന്നും സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. 34 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഇപ്പോഴും സൊസൈറ്റിക്ക് ലഭിക്കാനുള്ളത്. ഇവരെ എല്ലാ മീറ്റിങ്ങുകളിലും NGO അസോസിയേഷൻ എല്ലാ മീറ്റിങ്ങുകളും ജസ്റ്റിസ് രാമേന്ദ്രൻ ഉണ്ട്. ഇതിന്റെ ഉദ്ഘാടന സമയത്തുള്ള മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിംഗിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതേമാതിരി നമ്മൾ പങ്കെടുത്ത പല പരിപാടികളിലും ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിലുണ്ട്. അപ്പൊ അതുമായിട്ട് അദ്ദേഹം സഹകരിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് NGO കോൺഫറൻസ് തരുന്ന പത്രക്കുറിപ്പ് മാത്രമേ ഇതിന് ആധാരമുള്ളൂ. കാരണം ഇതിൽ ഏത് പോസ്റ്റാണ് എന്താണെന്നുള്ള അവർ തരുന്ന വിവരം മാത്രമേ നമുക്കുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ പലതും പറയുന്നത്. ആരെയും വലിച്ചേക്കാനല്ല, നമ്മളെ സംബന്ധിച്ച് ഈ കേസിന്റെ ഒരു തീരുമാനം വേണം. കാരണം കേരളത്തിൽ 125 NGOs ഒരുപാട് ആൾക്കാർ പൈസ വാങ്ങിയിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം വേണം. അപ്പൊ ഇത് ഏത് പ്രമുഖ വ്യക്തിയാണെങ്കിലും അവരത് ഉൾപ്പെട്ടുകൊണ്ട് അവരതിന് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി തരണം. കാരണം അതാണ് നമ്മൾ ആവശ്യം. അല്ലാതെ നമുക്ക് ഇതിൽ ആരെയും വലിച്ചെടുക്കാനോ ആരെയും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ രാജിവെക്കേണ്ടതുണ്ടെങ്കിൽ അവർ വീട്ടിൽ ഇരുന്നപ്പോൾ അല്ല അത് ചെയ്യേണ്ടത്. കാരണം ഇവരെ പോലെ സാമൂഹിക പ്രവർത്തനമുള്ള ആൾക്കാർ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട് അവരെ കണ്ടു വന്ന ആൾക്കാർ ഇവർ രാജിവെച്ച വിവരം ഇത് 125ഓളം സംഘടനകളുണ്ട് ഇവരെ കണ്ടിട്ട് വന്നേ. അവരാരും ഇത് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് 6 മാസം മുന്നേ ഇത് അവർ രാജിവെച്ചു എന്നുണ്ടെങ്കിൽ ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ 3 മാസം മുന്നേയും 4 മാസം മുന്നേ പൈസ കൊടുത്ത ആൾക്കാരുണ്ട്. ഇത് തട്ടിപ്പാണെന്നും ഇത് വേറെ രീതിയിലാണ് അതിന്റെ പോക്ക് ശരിയില്ല എന്നുണ്ടെങ്കിൽ അവര് ഒരു സന്ദേശം പൊതുജനങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്നോ ഒരുപാട് ആൾക്കാർ നിന്ന് രക്ഷപ്പെട്ടു പോയേനെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല. പാതിവില തട്ടിപ്പിൽ പങ്കുണ്ടെന്ന ആരോപണം തള്ളി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ തനിക്കും പാർട്ടിക്കും അക്കൗണ്ടില്ല. അനന്തകൃഷ്ണൻ സഹായം അഭ്യർത്ഥിച്ചെത്തിയിരുന്നു. തട്ടിപ്പ് നടക്കുന്നതിന് മുൻപാണ് പാർട്ടി ഫണ്ട് വാങ്ങിയത്. അനന്തു പിടിയിലായതിനു ശേഷം മൂന്നാമതൊരാളെത്തി. പറ്റിപ്പിന് സഹായം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുവെന്നും CV വർഗീസ് പറയുന്നു.